എല്ലാവർക്കും ഹായ്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല നാടൻ ബീഫ് റോസ്റ്റ് ആണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണിത്. 1.5 കിലോ ഉണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് മുളക് പൊടി ഇടണം. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചതാണത്, അതൊരു 1.5 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് അങ്ങ് നല്ലോണം മിക്സ് ചെയ്യണം. ഒട്ടും വെള്ളം ഒഴിക്കരുത്, കാരണം ബീഫിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടി അങ്ങ് ഉരുകും, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും ബീഫിൽ തന്നെ. അപ്പോൾ ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 12 വിസിൽ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ മഞ്ഞ ആയതുകൊണ്ട് നല്ല കട്ടിയാണ് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉരുകിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പട്ട ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ 3ആയിട്ട് ചെറുതാക്കി മുറിച്ചതാണിത്. അതിന് ശേഷം ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിട്ടിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ലോണം അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പം നല്ല മണമായിരിക്കും. ഇപ്പോൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 4 സവാള ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബീഫ് വേവിച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം കുറച്ചിട്ടാൽ മതി. ഇനി നമുക്കതങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തതാണിത്. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചുകൊണ്ട് ഇതിട്ട് കൊടുത്തിട്ട് നല്ലോണം പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഏകദേശം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ
2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം അങ്ങ് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ എപ്പം കരിഞ്ഞങ്ങ് പോവും. ഇപ്പം മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴുത്ത ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം ഇപ്പം ബീഫിന്റെ വെള്ളം എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത്, പക്ഷെ ഇത്രയും വെള്ളമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ ബീഫ് മാത്രമായിട്ട് ഇടാം. ഇപ്പം ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതങ്ങ് വറ്റിച്ചെടുക്കും. ഇതങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയായിട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മസാലയായിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കിട്ടും ഈ ബീഫ്. ഇപ്പം നല്ലോണം തിളച്ച് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റും കേട്ടോ, അപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ബാക്കിയുള്ളതാണ് ഞാൻ റോസ്റ്റ് ആക്കുന്നത്. അപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇച്ചിരി ചാറോട് കൂടിയാണ് ഇഷ്ടം. ഈ പരിവാകുമ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഞാൻ നല്ല റോസ്റ്റ് ആക്കുകയാണ്. ചാറൊക്കെ വറ്റി നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പെപ്പറും കൂടി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഗരം മസാലയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഉപ്പും മഞ്ഞളും മുളകും എല്ലാം നല്ലോണം ഉണ്ട്. അത്യാവശ്യം എരിവും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങ് തിക്കായിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ അങ്ങ് നല്ലോണം പെരണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും വരുന്നവരെ താങ്ക് യു.